എനിക്കിഷ്ടാ. എന്തെങ്കിലും ഒരു ബിസിനസ് ഉള്ളത് നല്ലതല്ലേ? ശിവൻപിള്ള സാറിനോട് ഞാൻ സൂചിപ്പിച്ചു. പ്രൊസീഡ് ചെയ്യാനാണ് പുള്ളിയും പറയുന്നത്. കക്ഷി കണക്കിന്റെ രാജാനാണല്ലോ. എടുക്കണമെന്ന് തന്നെയാ ഞാനും പറയുന്നത്. പക്ഷേ 3 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കും രാജേട്ടാ? ബാങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ കിടപ്പുണ്ട്. പിന്നെ മോളുടെ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്ത് ഒരു 50 രൂപ. പിന്നെ പലരുടെയായ ഒരു 5-10 രൂപ വെച്ച് ഒരു 50 രൂപ മറിക്കാം. എന്നിട്ടും 2.5 ആവുന്നുള്ളൂ. നമ്മുടെ ഹെൻറി 1 ലക്ഷം രൂപ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞ് അത് നടക്കും. തിരിച്ചു കൊടുക്കാൻ സാവകാശമുണ്ട്. മെഡിക്കൽ ഷോപ്പിന്റെ എഗ്രിമെന്റ് ഒരാഴ്ചക്കുള്ളിൽ വെക്കണ്ടേ? അതല്ലേ കുഴപ്പം. 2 ആഴ്ചത്തെ അഡ്ജസ്റ്റ്മെന്റിൽ എവിടെന്നെങ്കിലും ഒരു 50,000 രൂപ സംഘടിപ്പിക്കാൻ പറ്റിയ രക്ഷപ്പെട്ടു. ആ, അപ്പുറത്ത് സുലോചനയുടെ ഗോൾഡ് ലോക്കറിൽ ഇരിപ്പുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ തരും. പക്ഷേ എങ്ങനെയാ ചോദിക്കുക? അതേതായാലും വേണ്ട. ആ പ്രേമേന്ദ്രൻ ഒരു വല്ലാത്ത ടൈപ്പാ. ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഒന്നും അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്ത് ചെയ്യും രാജേട്ടാ? ആ, മോൾ എന്തിനാ എക്സൈറ്റഡ് ആവുന്നത്? നമുക്ക് ശ്രമിച്ചു നോക്കാം. നടക്കുന്നെങ്കിൽ നടന്നാൽ മതി, ഇല്ലെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഗോമതി ചേച്ചിയുടെ ഗോൾഡ് ചോദിച്ചാലോ? ആ, ശിവൻപിള്ള സാർ അത് ഹരിച്ചും കുണിച്ചൊക്കെ വെച്ചിരിക്കുക. അയാൾ അത് തരുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? എന്താ അമ്മേ? സുലോചന ബാത്റൂമിൽ വീണ് കിടക്കുന്നു. വിളിച്ചിട്ട് അനക്കമില്ല. പതുക്കെ. വീടും പൂട്ടിയിട്ടിട്ട് നിങ്ങൾ ഇതെവിടെ പോയി? മോള് പോയിക്കോ. പിന്നെ വരാം. നിനക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ ചോദിക്കായിരുന്നില്ലേ? അമ്മയും ഭാര്യ എവിടെ പോയി ഞാൻ അയലത്തുകാരോട് വേണം ചോദിക്കാൻ അല്ലേ? എന്താന്നും മിണ്ടാത്തത്? ഞാൻ വരാൻ വൈകുമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് സിനിമ കാണാൻ ഇറങ്ങിയതായിരിക്കും. മോളകത്തേക്ക് പോ. അവളുടെ തോന്നിയവാസന അമ്മയും കൂട്ടുക. എന്ത് തോന്നിയാസം കാണിച്ചെന്നാ? സുലോചന ബാത്റൂമിൽ തലയേറ്റ് വീണു. ഞങ്ങൾ ആശുപത്രി പോയിട്ട് വരിക. അവക്കെന്താ? അവള് ഗർഭിണിയാ. ഞാൻ പ്രതീക്ഷിച്ച പോലെ സ്വന്തം വീട്ടിൽ നമ്മുടെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ആ വിവരം പ്രേമേട്ടന്റെ കാതിൽ പറയാൻ കൊതിച്ചു വരികയായിരുന്നു. അപ്പോഴല്ലേ സിനിമയ്ക്ക് പോയെന്നും പറഞ്ഞൊരു ചാടിക്കയറ്റം. പോട്ടെ, അറിയാതല്ലേ. പിന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടി വരിക. ഇപ്പോഴുള്ള പരിഭവവും പിണക്കമൊക്കെ മാറ്റിവെച്ച് സുലോചന കുറച്ചുകൂടി സീരിയസ് ആവണം. എന്റെ പങ്ക് കൂടി പ്രേമേട്ടൻ സീരിയസ് ആവുന്നുണ്ടല്ലോ. ഞാനും കൂടി അങ്ങനെ ആയാൽ ഭ്രാന്ത് പിടിക്കും. നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ട് പ്രേമേട്ടന് സന്തോഷമില്ലേ? പിന്നില്ലേ. പക്ഷെ വേണ്ടിയിരുന്നില്ല എന്ന ഭാവമാണല്ലോ മുഖത്ത്. ആര് പറഞ്ഞു? പ്രേമേട്ടൻ അച്ഛനാകാൻ പോകുന്നെന്ന് അറിയുമ്പോ സന്തോഷം കൊണ്ട് എന്നെ വാരിയെടുത്ത് വട്ടം കറക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. അതൊക്കെ സിനിമയിലല്ലേ. സിനിമയിലായാലും അവരും മനുഷ്യരല്ലേ. രാധിക ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ രാജീവൻ അവളെ എടുത്ത് വട്ടം കറക്കി കാണും അല്ലേ? കളിയാക്കൊന്നും വേണ്ട. തല ചുറ്റി വീണപ്പോ ടാക്സി വിളിച്ചോണ്ട് വരാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനും അദ്ദേഹമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഉഷ്ണം. ആ, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? കൈയോട്. കൺഗ്രാറ്റുലേഷൻ. ഞങ്ങൾ ആദ്യം പേടിച്ചു പോയി. ഇത് പിടിച്ചേ. ഇത് ഓരോ ടേബിൾ സ്പൂൺ വീതം രാവിലെയും വൈകിട്ടും ആഹാരത്തിന് ശേഷം. ഇത് ദിവസം 3 നേരം. ഇത് ഓരോന്നും കിടക്കുന്നതിന് മുമ്പ്. ഇപ്പൊ ഇത്രയും മതി. ആഹാരം നല്ലപോലെ കഴിക്കണം. പിന്നെ ഈ മുന്തിരി തലേന്ന് കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചിട്ട് രാവിലെ അതിങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നത് നല്ലതാ. മെഡിസിൻസ് ഒക്കെ സമയാസമയങ്ങളിൽ സാറ് തന്നെ കൊടുക്കണം. സ്ത്രീകൾ ഇതൊക്കെ മറക്കും. ഞാനിടയ്ക്ക് വന്നോളാം. ഇനി ഇവന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന അപകടമാ. നാട്ടുകാർ അത് ഇതും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ്
ഇവനെ ഒതുക്കണം. ഞാൻ ആലോചിക്കുന്ന അതല്ല, ഈ മരുന്ന് കച്ചവടത്തിനിടയിലും ഇതൊക്കെ കണ്ടുപിടിക്കാൻ രാജീവിനോടുന്ന സമയം എന്നാ. ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് കണ്ടതാ. ശിവൻപിള്ള സാർ ആള് വളരെ സെൻസിറ്റീവാ. അധികം ആരും അറിയുന്നതിന് മുമ്പ് സുധിയെ വിളിച്ചൊന്ന് താക്കീത് ചെയ്യണം. അന്നത്തെ പോലെ സംസാരിച്ച് വഷളാക്കണ്ട. സുലുവിന് വിഷമം തോന്നാത്ത വിധത്തില് മൈൽഡായിട്ട് മതി. ആർക്കാ? സുലുവിന്. സുലു? ഏത് സുലു? നമ്മുടെ സുലു. നമ്മുടെ സുലു? സുലോചന. ഓ, സുലോചന എന്റെ ഭാര്യ. അവക്ക് വിഷമം തോന്നാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അല്ലേ? അത് നമുക്ക് ശരിയാക്കട്ടാ. ഒരു മിനിറ്റ് ചെന്നേ. ഇയാൾ ആരാന്നാ വിചാരം? മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ കയറി ഇടപെടാൻ താൻ ആര്? ജോർജ് ബുഷോ? എന്റെ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിനൊരു ബ്രോക്കറുടെ ഒത്താശ എനിക്ക് വേണ്ടോ? സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ. താൻ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയാം. പെണ്ണുങ്ങളുടെ മുമ്പ് ഷൈൻ ചെയ്യാൻ തന്റെ അഭ്യാസം ഉണ്ടല്ലോ, അത് എന്റെ വീട്ടിൽ വേണ്ട. അതെ, ഈ മൂഡിൽ സംസാരിച്ച് ശരിയാവില്ല. നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണണ്ട, പോയി വലിയ ഡോക്ടർമാരെ വിളിക്കണോ? അവര് വീഴും. അവൻ എന്തിയാ സുധി? കളി കഴിഞ്ഞ് എത്തിയിട്ടില്ല. ഇനി അവനെ ഇവിടെ നിർത്തി അധികം കളിപ്പിക്കണ്ട. അവൻ കൂടുതൽ കളിച്ചാലേ നമ്മൾ വീട് വിറ്റിട്ട് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. അവൻ വല്ല ഏടാ കൂടെ ഒപ്പിച്ചോ? ജാത്തിയാലുള്ളത് തൂത്താ പോവോ? അവന്റെ പഴയ തൊഴിൽ പിന്നെയും തുടങ്ങി. എഴുത്തുറപ്പ്. ആർക്കാ? ഇപ്രാവശ്യം കൊടുത്ത് ബാങ്ക് മാനേജറുടെ വീട്ടിലെ പെണ്ണിനാ. പ്രേമേട്ടൻ കണ്ടോ? ഞാൻ കണ്ടിരുന്നെങ്കിൽ അവന്റെ ചെപ്പ കുറ്റി നോക്കിയിട്ട് പൊട്ടിച്ചേനെ. അയലോക്കത്തൊരു മാനുണ്ടല്ലോ, അവനെ കണ്ടത്. ഓരോ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരിക. സുധി ആർക്കെങ്കിലും കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ പറഞ്ഞു വിടാം. രാജേട്ടനെ കണ്ടാന്നല്ലേ പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കട്ടെ. ആരടി നിന്റെ ഈ അദ്ദേഹം? നിന്റെ അദ്ദേഹം ഞാനടി. എന്ത് പറഞ്ഞാൽ അവളുടെ ഒരു അദ്ദേഹം. അദ്ദേഹം രാധയ്ക്ക് തുണി അനച്ചു കൊടുക്കുന്നു, തേങ്ങ അരണ്ടി കൊടുക്കുന്നു, മോളേന്ന് വിളിക്കുന്നു, എടുത്തു പിടിച്ച് വട്ടം കറക്കുന്നു, ടൈ ഇടിക്കുന്നു, പാന്റ് ഇടിക്കുന്നു. വന്ന് അവൻ പറഞ്ഞാലേ നീ വിശ്വസിക്കൂ അല്ലേ? എടാ പ്രേമ ഒന്ന് പതുക്കെ പറ. എന്തിനു പതുക്കെ കേൾക്കണം? കോളനിക്കാരെ മുഴുവൻ കേൾക്കട്ടെ. സ്വന്തം ഭർത്താവിനെ അവർക്ക് വലിയില്ലല്ലോ, അയലത്ത് അദ്ദേഹമാണ് അവർക്ക് വലുത്. ഞാൻ അവനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഇവൾ അവന്റെ ചെവിയിൽ അപ്പുറത്തേക്കും. കുറെ ദിവസമായി ഞാനിതൊക്കെ സഹിക്കുന്നു. ഇനി അവന്റെ കാര്യം എങ്ങനെ ഈ വീട്ടിൽ സംസാരിച്ചു പോയാ? As per the theory of Freud, the mind may be subdivided into two types. One, the conscious mind, and the other subconscious mind. The conscious mind may otherwise said to be as the ego that controls the very affair of the mind. Both മനസ്സിനെ control ചെയ്യുന്ന പ്രധാന സംഭവം എന്നർത്ഥം. That's a very small portion. മോനെ വന്ന് ഊണ് കഴിക്കടാ. 2 ദിവസമായി നീ ഒന്നും പഠിപ്പിക്കുന്നില്ലെന്ന് സതി പറഞ്ഞല്ലോ. ഇത്രയ്ക്ക് പ്രയാസപ്പെടുത്തക്ക വിധത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? അവൾ എന്തോ പറഞ്ഞു, അതിന്റെ ഇരട്ടിയായി നീയും പറഞ്ഞു. അതിന്റെ പേരിൽ ആഹാരം കഴിക്കാതെ മിണ്ടാതെ നടന്നാൽ എങ്ങനെയാ? അവക്ക് വയ്യാണ്ടിരിക്കല്ലേ? ഈ സമയത്ത് തന്നെ വേണം മനപ്രയാസപ്പെടുത്താൻ. വന്ന് ഒന്നും പറയാൻ വയ്യെന്നുവായോ? നിങ്ങളിങ്ങനെ കലഹിച്ച് കഴിയാനാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. സാർ എന്തായി പറയുന്നത്? ഞാൻ സുലോചനയെ സ്നേഹിക്കുന്നില്ലെന്നോ? എങ്കിൽ പറ, താൻ എപ്പോഴാ സുലോചനയെ സ്നേഹിച്ചിട്ടുള്ളത്? ദിവസവും സമയമൊന്നും ഞാൻ കുറിച്ചു വെച്ചിട്ടില്ല. അവൾ എനിക്ക് ജീവന. എന്റെ വീട്ടുപേര് സാറ് ശ്രദ്ധിച്ചോ? തിരുവാതിര. സുലോചനയുടെ നക്ഷത്രം അത്. ഞാൻ അവളെ വേറൊരാളായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്ത കാണുമ്പോൾ വഴക്ക് പറയുന്നു, ഉപദേശിക്കുന്നൊക്കെ.
അത് സ്നേഹക്കുറവാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച? തന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സുലോചനയുടെ തനിക്ക് ഉള്ളിൽ തട്ടിയ സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ സുലോചനയ്ക്കത് അറിയില്ല. താൻ പറയുന്നത് പോലെ രാജീവൻ സൂത്രശാലിയായിരിക്കാം. പക്ഷെ അയാൾ രാധികയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു. തനിക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ല. ഭർത്താവിനെ കുറിച്ചുള്ള വിശ്വാസം രാധികയ്ക്ക് നഷ്ടപ്പെടാത്തിടത്തോളം രാജീവന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ല. ദുസ്വഭാവങ്ങളൊന്നുമില്ലാത്ത താൻ ഭാര്യയെ അകമഴിഞ്ഞ് സ്നേഹിച്ചിട്ടും സുലോചനയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്തത് സ്നേഹം ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്നതുകൊണ്ടാണ്. സ്നേഹം ഉള്ളിൽ വയ്ക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാണ്. എന്തിനും ഭർത്താവിന്റെ ഒരു അഭിപ്രായം, അഭിനന്ദനം, ഇതൊക്കെ ഏതൊരു സ്ത്രീയും പ്രതീക്ഷിക്കുന്നതാണ്. ഉള്ളിലുള്ള സ്നേഹം ആർക്കും വേണ്ടിടും. അതെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് അതിന് വില വരുന്നത്. അതുകൊണ്ട് കഴിയുന്നത്ര സ്നേഹം പ്രകടിപ്പിക്കടൂ. Come on. സർബാക്കി താൻ വെച്ചോടൂ. സോറി, ഞാൻ സുലോചനയാണെന്ന് വിചാരിച്ചു. സാറ് കുണുക്കിട്ട കോഴി കണ്ടല്ലേ? ഞാൻ ദേഷ്യപ്പെടുന്ന വിചാരിച്ച് ആ സിനിമയിൽ സിദ്ദീഖിന് അബദ്ധം പറ്റിയോലെ പറ്റിയാന്ന് പറയല്ലേ? അമ്മേ, ഇന്ന് നേരത്തെ വന്നോ? സുലോചന എവിടെ? നിന്റെ മുറിയിലുണ്ടായിരുന്നല്ലേ? മാന്യ ഇവിടെ വന്ന് നിൽക്കാണല്ലേ? അമ്മയുടെ സൽസ്വഭാവിയായ മകൻ ചുമ്മാതല്ല ഒളിച്ചും പാത്തും നടന്നത്. ഞാനിപ്പോ ബെഡ്റൂമിലോട്ട് ചെന്നപ്പോഴല്ലേ അറിഞ്ഞത്. സുലോചന, ഞാൻ വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ ലൈറ്റ് എടുത്ത് ചാരയ്ക്ക് കൊടുക്കാൻ പോയത്. അത് കൊള്ളാം. എന്റെ നൈറ്റ് എടുത്ത് അവക്ക് കൊടുത്തതിന് പ്രേമേട്ടൻ സിഗരറ്റ് വലിക്കണോ? സിഗരറ്റോ? ആ, ശാരദ നനയ്ക്കാനെടുത്ത ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു പാക്കറ്റ് സിഗരറ്റ്. എന്ന് മുതൽ തുടങ്ങി ഈ ദുസ്വഭാവങ്ങളൊക്കെ? ചുമ്മാ അല്ല ഓരോരുത്തരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നത്. സുലു, സുലു. എന്താ വിളിച്ചത്? സുലൂന്ന്. സുലോചന എന്നുള്ള വിളി ഒരു രസമില്ല. അതുകൊണ്ട് ഞാൻ ഇനി സുലൂന്ന് വിളിക്കൂ. അമ്മേ, എനിക്കും സുലൂനും മധുരം കൂട്ടി 2 ചായ. ഞാൻ ഡ്രസ് മാറട്ടെ. നമസ്കാരം സാർ. ട്രബിളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? നല്ലോണം ഓടിയില്ലേ? ഓടാൻ ഞാൻ അടുത്തൊന്നും ഗ്യാസ് ഒന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഓ ശരിയാ സാർ, അവസാനം കൊണ്ടുപോയത് കാര്യം നിസ്സാരവും പ്രശ്നം ഗുരുതരമാണല്ലോ. ഇപ്പൊ സാറിന് ഏതാ വേണ്ടത്? നല്ല ലവ് സ്റ്റോറീസ് ഏതൊക്കെയാ ഉള്ളത്? ഏത് ഭാഷയിലെ ലവാ? ഏതായാലും കുഴപ്പമില്ല, ഉള്ളതെല്ലാം എടുത്തോ. സാറ് സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പോവാണോ? ഇല്ല, ഒരുപാട് കാസറ്റുകൾ ഒന്നിച്ചെടുത്തോണ്ട് പോകുന്ന തിരക്കഥാർത്ഥികളാ, അതുകൊണ്ട് ചോദിച്ചാ. കാസറ്റ് ഉണ്ടോ? വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? വണ്ടി ഞാൻ കൈ കൊണ്ടുപോകலாம். അയ്യോ, കൈ കൊള്ളത്തില്ല. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റോറിയുള്ള കഥകളിലും ലവ് ഉണ്ട്. കാമുകൻ കാമുകിയെ പ്രേമിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, അയൽക്കാരി അയൽക്കാരനെ സ്നേഹിക്കുന്നു, വല്യപ്പൻ വല്യമ്മയെ പ്രേമിക്കുന്നു, ക്യാൻസർ പേഷ്യന്റിനെ എയ്ഡ്സ് രോഗി പ്രേമിക്കുന്നു. അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോ സെലക്ട് ചെയ്തെടുത്താ മതി. കുറച്ച് ആക്റ്റീവ് ലവ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. മനസ്സിലായി അല്ലേ? അയ്യോ അല്ലല്ല, ലവ് ഉള്ളിൽ വെക്കാതെ പ്രകടിപ്പിക്കുന്നത് കണ്ടാ തോന്നണം സ്നേഹിക്കുകയാണെന്ന്. ഓഹോ, എന്നാ കമലഹാസന്റെ കാസറ്റോട്. അതാവുമ്പം കൊടുക്കുന്ന കാശിന് മുഴുവൻ സ്നേഹം കിട്ടും. കൊടുക്കാം.